ജിപ്സി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു പഴയ ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ മധുരയിലുള്ള മധുര മീനാക്ഷി ക്ഷേത്രം പോലെ തന്നെ ഒരുപാട് പ്രാചീനവും പ്രാധാന്യവുമുള്ള മറ്റൊരു ക്ഷേത്രമാണ് ശ്രീ കല്ലളകർ ക്ഷേത്രം. മധുരയിലെ ഒരു ഗ്രാമമായിട്ടുള്ള അളകർ കോയിലിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. 6 മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ആൾവാർ സന്യാസിമാരുടെ പ്രബന്ധങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാന കവാടം കഴിഞ്ഞെത്തുന്നതും നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിലെ പഴയ ഗോപുരമാണ്. വിഷ്ണുവിനെ കല്ലളകർ എന്ന പേരിലും ലക്ഷ്മി ദേവിയെ തിരുമകൾ എന്ന പേരിലും ആരാധിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. സംഘസാഹിത്യങ്ങളിൽ ഈ ക്ഷേത്രത്തെ തിരുമാലിരിഞ്ചോലി എന്ന് വിളിക്കപ്പെടുന്നു. 7 നിലകളുള്ള രാജഗോപുരമാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തെപ്പറ്റി ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഒരു പുരാണ കഥയുണ്ട്. പണ്ട് സുതബസ് എന്നു പേരുള്ള ഒരു മഹർഷി അളകർ കുന്നിലെ നൂപുര ഗംഗയിൽ കുളിക്കുമ്പോൾ അതുവഴി വന്ന ദുർവാസാവ് മഹർഷിയെ ശ്രദ്ധിച്ചില്ല. സ്വതവേ ദേഷ്യക്കാരനായ ദുർവാസാവ് കല്ലളകർ എന്നറിയപ്പെടുന്ന സുന്ദരരാജരിൽ നിന്നും ശാപമോക്ഷം കിട്ടുന്നതുവരെ തവളയായി തീരട്ടെ എന്ന് സുതബസിനെ ശപിച്ചു. അങ്ങനെയാണ് സുതബസ് മൺതൂക മഹർഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ സുതബസ് മഹർഷി വൈഗൈ നദിയുടെ തീരത്ത് തപസ് അനുഷ്ഠിച്ചു. പിന്നീട് അളകർ കുന്നിൽ നിന്നും വന്ന് കല്ലളകർ സുതബസിന് ശാപമോക്ഷം കൊടുത്തതായാണ് ഐതിഹ്യം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിനകത്ത് കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മാതൃകയാണ്. ഏകദേശം 2 ഏക്കർ സ്ഥലത്തായാണ് ഈ കല്ലളകർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7 നിലകളുള്ള രാജഗോപുരവും വലിയ കരിങ്കൽ ഭിത്തികളുള്ള ചതുരത്തിലുള്ള ചുറ്റുമതിലുമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം. അതുപോലെ തന്നെ പണ്ടത്തെ വിജയനഗര സാമ്രാജ്യത്തിൽ പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പഴയ ഒരുപാട് ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പ്രധാന ഗോപുരത്തിന് മുന്നിലായി കാണപ്പെടുന്ന ശ്രീകോവിലിലെ 18 പടികൾക്ക് പിന്നിൽ കറുപ്പസ്വാമിയെയാണ് ആരാധിച്ചു വരുന്നത്. വർഷത്തിലൊരിക്കൽ ഗോപുരത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ സുദർശന ചക്രം അതുവഴി കടന്നു പോകുമെന്നാണ് വിശ്വാസം. നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ പുതിയ രാജഗോപുരമാണ്. പഴയ ഒരുപാട് ഐതിഹ്യങ്ങളും ഭഗവാന്റെ പുരാണ കഥകളുമൊക്കെ ശില്പങ്ങളായി ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് കാണാം. ഈ കാണുന്ന തേൻകുഴൽ, അതിരസം, ദോശ ഇതൊക്കെയാണ് ഇവിടെ പ്രധാന പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നത്. കറുപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിലെ ഭാഗം വൃത്തിയാക്കുന്നതിനിടയിൽ കണ്ടെത്തിയ ക്ഷേത്രകുളമാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവിടെ ചിത്തിര തിരുവിഴ ആഘോഷിക്കപ്പെടുന്നത്. കല്ലളകരുടെ സഹോദരി എന്ന് വിശ്വസിക്കപ്പെടുന്ന മീനാക്ഷിയുടെ വിവാഹ വാർഷിക ആഘോഷമാണ് ചിത്തിര തിരുനിഴ. ആഘോഷത്തിൻ്റെ ആദ്യ 15 ദിവസങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ വിവാഹ ചടങ്ങുകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീടുള്ള 15 ദിവസങ്ങൾ മീനാക്ഷി ദേവിയുടെ വിവാഹ ഒരുക്കങ്ങൾ കല്ലളകർ നടത്തുന്നതിന് വേണ്ടിയുള്ള ആഘോഷങ്ങളാണ്. പിന്നീട് മഹാവിഷ്ണു കല്ലളകറായി രൂപം കൊണ്ട് വൈഗൈ നദി മുറിച്ച് കടന്ന് കല്ലാർനാട് വഴി മധുരയിലെത്തുന്നു. നഗരവാസികൾ ഭഗവാനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോഴേക്കും മീനാക്ഷി ദേവിയുടെ വിവാഹം കഴിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന ഭഗവാൻ തിരിച്ച് അളകർ കുന്നിലേക്ക് മടങ്ങുന്നതായാണ് വിശ്വാസം. നിങ്ങൾ എന്തെങ്കിലും ഒരു മധുരൈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായും കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ശ്രീ കല്ലളകർ ക്ഷേത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.